വേണ്ട എന്ന് തോന്നിയിട്ട് പിന്നെ അതിനെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടായിരുന്നു എന്നാൽ ഒന്ന് തിരിച്ചു പിടിച്ചേക്കാം, അങ്ങനെ എന്തെങ്കിലും പിടിച്ച സംഭവമുണ്ടോ? അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ചു പിടിച്ച സംഭവങ്ങളൊന്നുമില്ല. വേണമെന്ന് ഓർത്തിട്ട് കിട്ടായിരുന്ന ഇപ്പൊ സ്ഥലത്തിന്റെ കാര്യം മാറ്റി നിർത്തുക, അതെ, അത് മാറ്റി നിർത്തുക. അല്ലാതെ എന്തെങ്കിലും ഒരു സിനിമ എനിക്കത് വേണമായിരുന്നു, ആ സിനിമ ഒരു സിനിമ കണ്ടു പക്ഷെ എൻ്റെയിലേക്ക് വന്നില്ല എന്ന് ചിന്തിച്ച സിനിമകളുണ്ടോ, കണ്ട സിനിമകൾ? അങ്ങനെയല്ലേ, അത് ഒരുപാട് സിനിമകളുണ്ടാവും. ചില പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതിനകത്ത് അഭിനയിച്ച ആക്ടേഴ്സിനെ നമ്മളത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അവരും നന്ന ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും എന്ന് വെച്ചാൽ അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. അതങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. മഞ്ജു പിള്ള എന്നൊരു ആക്ടറെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ട് പിന്നീട് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? അറിയത്തില്ല, നമ്മുടെ അറിവിലില്ല. ഇല്ല. ഞാൻ വേണ്ടാന്ന് വെച്ച സിനിമകളുണ്ടാവും. എന്നെ മാറ്റി നിർത്തിയ സിനിമകൾ പല സ്ഥലത്തും എനിക്കറിയില്ല, അതിൽ സത്യസന്ധത ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ തെറ്റിദ്ധാരണയാണോ എന്നും അറിയില്ല. പല സ്ഥലത്തും എൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്? വേണ്ടാന്ന് വെച്ചിട്ട് അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞതാണ്. അപ്പം അതിൽ എനിക്ക് സത്യാവസ്ഥ അറിയില്ലല്ലോ. ഇതിൽ നമ്മൾ അറിയാത്തൊരു കാര്യം പറയാൻ പാടില്ല, നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം പറയാൻ പാടില്ല. കാരണം അതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നറിയില്ല. ഇപ്പം ഞാനും നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് സത്യം നിൽക്കുന്നത്. ഞാൻ പറയുന്നതോ നിങ്ങൾ പറയുന്നതോ അല്ല സത്യം, ഇതിനിടയിലാണ് സത്യം നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ കേട്ടിരുന്നു നമ്മൾ, അങ്ങനെ കേട്ടിരുന്നു. പിന്നെ ഒരു ആർട്ടിസ്റ്റും അയാളുടെ കൂടെ ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒഴിവായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, ഒരു 3-4 പ്രാവശ്യം. ഓ, ആർട്ടിസ്റ്റ് ഇപ്പോഴും സജീവമായിട്ടുണ്ട്. പിന്നെ എനിക്കറിയാം, ഇവരെയൊക്കെ അറിയാലും ഞാൻ കണ്ട ചിരിച്ചു കാണിക്കും, ഞാൻ ചിരിക്കും, ഞാൻ അവരോട് വർത്താനം പറയും. ഞാൻ അറിയാമെന്ന് ഭാവിക്കില്ല, കാരണം ഇതിനൊക്കെ തീരുമാനം ഉണ്ടാക്കേണ്ട ഞാനല്ല. കർമ്മ ഈസ് ദെയർ, കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ്. അവരെ കാണുമ്പോൾ എങ്ങനെയാ പിന്നെ മഞ്ജു പിള്ള എന്ന് പറയുന്ന ആക്ടർ ചിരിക്കാൻ തോന്നുന്നു? അവർ നമ്മളെ വേണ്ട 1 അല്ല 3 വട്ടം എന്നാണ് പറയുന്നത്. 3-4 പ്രാവശ്യം മഞ്ജു പിള്ള എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ അവർ പറ്റില്ല എന്ന് പുള്ളി പറയില്ല, പറ്റില്ല എന്ന് പറയില്ല, നൈസ്ലി ഒഴിവാകും. ആദ്യം ചെയ്യാന്ന് പറയും, അത് കഴിഞ്ഞ് ഞാനാണ് കൂടെ ഒഴിവാകും. നൈസ്ലി എനിക്ക് ടൈമില്ല, നീ ഒന്നും കൂടെ തിരുത്തിയിട്ട് വന്നൊക്കെ പറഞ്ഞു ഒഴിവാകും. നല്ല രസമല്ലേ? അത് വേദനിപ്പിച്ചിട്ടില്ലേ തുടക്കത്തിലൊക്കെ? ബിക്കോസ് എനിക്ക് ആ ആക്ടർ വന്നത് എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയാം, ആക്ടർ എന്തായിരുന്നു നന്നായിട്ട് എനിക്കറിയാവുന്നൊരു വ്യക്തിയാണ്. സോ ആദ്യം ഇവൻ എന്ത് കണ്ടിട്ടാ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോർമലായി. പുള്ളി ഇല്ലെങ്കിൽ വേറെ അതിലും വലിയ ആക്ടേഴ്സ് ഇപ്പുറത്ത് കിടക്കുന്നു, അവരുടെ കൂടെ ഞാൻ അഭിനയിക്കുന്നു. മുൻ വൈരാഗ്യമുണ്ടോ? ഒന്നുമില്ല. എന്താന്ന് എനിക്കറിയില്ല. എനിക്കൊരു നായിക ഫേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ആ കാറ്റഗറിയിൽ വരാത്തതുകൊണ്ടായിരിക്കാം. ഞാനെല്ലാം ഏജ്ഡ് ക്യാരക്ടറും ക്യാരക്ടർ റോൾസും ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം, അറിയില്ല. ഇത് വന്ന് പറയുന്ന പ്രൊഡ്യൂസർമാർ തന്നെയാണ് പറയുന്നത്, ഡയറക്ടറാണ് പറയുന്നത്? ആദ്യം ഇപ്പം മഞ്ജുവിൻ്റെ അടുത്ത് കഥ പറയുന്നു, പിന്നീട് ആക്ടറിൻ്റെ അല്ലെങ്കിൽ ആക്ടറിൻ്റെ അടുത്ത് കഥ പറയുന്നത്, പിന്നെ മഞ്ജുവിനെ അതിലേക്ക് വരുത്തുന്നു. അത് തന്നെ പോയി പറയുമ്പോഴായിരിക്കും ഒഴിവാകുന്നത് സ്വാഭാവികമായിട്ട്. അത് വീണ്ടും വന്ന് പറയുന്ന മഞ്ജുവിൻ്റെ അടുത്ത് വന്ന് പറയുന്ന ആരായിരിക്കും? ഡയറക്ടർ ആയിരിക്കും, പ്രൊഡ്യൂസർ ആയിരിക്കും? ആദ്യം ഒന്നും പറയില്ല. പ്രൊഡക്ഷൻ ടീമിൽ നിന്നും ഒരിക്കൽ ഒരു വർക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഡയറക്ടറാണ് പറഞ്ഞത്, അദ്ദേഹം അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയ്യോ അതെന്താ എന്ന് ചോദിച്ചു. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം മാറിയപ്പോൾ ഞാൻ നോർമൽ ആയിരിക്കും എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം മാറിയപ്പം ചെറിയൊരു സംശയം. മൂന്നാമത്തെ പ്രാവശ്യം മാറിയപ്പോൾ ഞാൻ ചോദിക്കാൻ നിന്നില്ല, ഞാൻ അവരോട് പറയായിരുന്നു ഞാനാണെന്ന് അറിഞ്ഞാൽ പുള്ളി ചെയ്യില്ല കേട്ടോ. അങ്ങോട്ട് പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയി ചോദിച്ചപ്പം കറക്റ്റായിരുന്നു, സംഭവിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ അറിയാം. അത്തരം അയാളുടെ പേര് പറയുമ്പോൾ തന്നെ നമ്മളാണെങ്കിൽ അഭിനയിക്കില്ല, അങ്ങോട്ട് അഡ്വാൻസ് പറഞ്ഞു തുടങ്ങി. ഞാനിപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പറഞ്ഞു എനിക്ക് പറ്റില്ല എന്നുള്ളത്. എനിക്ക് പറ്റില്ല എന്നല്ല, ഞാനാണെങ്കിൽ പറ്റില്ല, ഞാൻ റെഡിയാണ്. പക്ഷെ പുള്ളിക്ക് ആദ്യം പുള്ളിയുടെ സമ്മതം ചോദിക്കൂ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.